ഈ 2020 ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ച് സ്കോട്ട്ലൻഡ് ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഡെൻമാർക്കിനെ 2-4 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സ്കോട്ട്ലൻഡ് ലോകകപ്പിനെത്തുന്നത്. കൈറൻ ടിയണിയും മക്ലീനും നേടിയ ഇഞ്ചുറി ടൈമിലെ ഗോളിലൂടെയാണ് 1998 ശേഷമുള്ള ആദ്യ ലോകകപ്പിനായി സ്കോട്ട്ലൻഡ് എത്തുന്നത്. ലൈച്ചൻസ്റ്റൈനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ജെയിലെ ചാമ്പ്യന്മാരായി ബെൽജിയം യോഗ്യത ഉറപ്പാക്കി. തുർക്കിയെ സമനിലയിൽ തളച്ച് ഗ്രൂപ്പ് ഇയിൽ 16 പോയിന്റോടെ ചാമ്പ്യന്മാരായി സ്പെയിനും ലോകകപ്പിനെത്തുകയാണ്. ഗ്രൂപ്പ് എച്ചിലെ അവസാന മത്സരത്തിൽ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ഓസ്ട്രിയ മത്സരം സമനിലയിലായതോടെ 28 വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രിയയും ലോകകപ്പിന് യോഗ്യത നേടി. അതേസമയം യോഗ്യതാ മത്സരത്തിൽ തോൽവി അറിയാതെയാണ് സ്വിറ്റ്സർലൻഡിന്റെ ലോകകപ്പ് പ്രവേശനം. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ബംഗ്ലാദേശിനോട് പരാജയപ്പെട്ട് ഇന്ത്യ. എതിരില്ലാത്ത 1 ഗോളിനാണ് ഇന്ത്യയുടെ പരാജയം. 11ാം മിനിറ്റിൽ മാർഷാലിനാണ് ബംഗ്ലാദേശിനായി വലകുലുക്കിയത്. AFC ഏഷ്യൻ കപ്പിൽ 5 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യക്ക് 1 വിജയം പോലും നേടാൻ സാധിച്ചിട്ടില്ല. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ അധിക അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യൻ സംഘത്തിന് സാധിച്ചില്ല. കൗണ്ടർ അറ്റാക്കുകളുടെയായിരുന്നു ബംഗ്ലാദേശിന്റെ ആദ്യ പകുതിയിലെ മുന്നേറ്റങ്ങൾ ഏറെയും. 2ാം പകുതിയിൽ ഇന്ത്യ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മുഹമ്മദ് സനൻ, ബ്രിസൺ ഫെർണാണ്ടസ് എന്നിവർ കളത്തിലെത്തിയതോടെ ഇന്ത്യൻ നിരക്ക് കൂടുതൽ ആവേശം പകർന്നിരുന്നു. പക്ഷേ പരാജയമായിരുന്നു ഇന്ത്യക്ക്. ഖത്തറിൽ നടക്കുന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പിന്റെ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു. ഇറ്റലി, പോർച്ചുഗൽ, ബ്രസീൽ, മൊറോക്കോ ടീമുകൾ അവസാന 8ലേക്ക് മാർച്ച് ചെയ്തു. കരുത്തരായ ഇംഗ്ലണ്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. പ്രീ ക്വാർട്ടറിലെ 8 മത്സരങ്ങൾക്കാണ് ദോഹയിലെ ആസ്പയർ സോൺ ഇന്നലെ വേദിയായത്. ആദ്യ മത്സരത്തിൽ 2-3 ഗോളിനാണ് ഇറ്റലി ഏഷ്യൻ ടീമായ ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചത്. യുഗാണ്ടയും ബുർക്കിന ഫാസോയും തമ്മിലുള്ള 2ാം മത്സരം ഷൂട്ടൌട്ടിലാണ് വിധി നിർണ്ണയിക്കപ്പെട്ടത്. നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനിയെ നോക്കൌട്ടിൽ അട്ടിമറിച്ചെത്തിയ ബുർക്കിന ഫാസോക്ക് വിജയം. എതിരില്ലാത്ത 5 ഗോളിന് മെക്സിക്കോയെ തകർത്താണ് പോർച്ചുഗലിന്റെ ക്വാർട്ടർ പ്രവേശം. പ്രീ ക്വാർട്ടറിലെ പെരുങ്കളിയായി വിശേഷിപ്പിക്കപ്പെട്ട ഫ്രാൻസ് ബ്രസീൽ പോരാട്ടത്തിൽ കാനറികൾ ഫ്രഞ്ച് പടയെ കീഴടക്കി. ഷൂട്ടൌട്ടിലാണ് ബ്രസീലിന്റെ വിജയം. അയർലാൻഡിനെ സ്വിറ്റ്സർലാൻഡ് 3-1 തോൽപ്പിച്ചു. ഷൂട്ടൌട്ടിലേക്ക് നീണ്ട നോർത്ത് കൊറിയ ജപ്പാൻ മത്സരത്തിൽ ജപ്പാൻ ജയിച്ചു കയറി. കരുത്തരായ ഇംഗ്ലണ്ടിനെ എതിരില്ലാത്ത 4 ഗോളിന് തകർത്താണ് ഓസ്ട്രിയ ക്വാർട്ടർ ഉറപ്പിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 3-2 മൊറോക്കോ മാലിയെ കീഴടക്കി. ക്വാർട്ടറിൽ ജപ്പാൻ ഓസ്ട്രിയയെയും ഇറ്റലി ബുർക്കിന ഫാസോയെയും നേരിടും. സ്വിറ്റ്സർലൻഡാണ് പോർച്ചുഗലിന്റെ എതിരാളി. ഫേവറിറ്റുകളായ ബ്രസീൽ മൊറോക്കോയെ നേരിടും. മാലിയെ 1-3 ഗോളിന് തോൽപ്പിച്ചതിന്റെ ആവേശം മൊറോക്കോ ആരാധകരിൽ നിന്ന് ഇതുവരെ വിട്ടുപോയിട്ടില്ല. ലോകകപ്പ് നടക്കുന്ന ആസ്പയർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. ചെസ് ലോകകപ്പിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ അർജുൻ എരഗൈസി ഇന്ന് ടൈ ബ്രേക്കറിന് ഇറങ്ങുകയാണ്. ക്വാർട്ടറിലെ 2 ഗെയിമുകളിലും ചൈനയുടെ വെയിയെ സമനിലയിൽ എരഗൈസി കുരുക്കിയിരുന്നു. 2ാം മത്സരം 32 നീക്കത്തിൽ അവസാനിച്ചു. റഷ്യയുടെ ആന്ദ്രേ എസ്ജിപെങ്കോ, അമേരിക്കയുടെ സാം ഷാങ്ലാൻഡ് പോരാട്ടത്തിലും ഫലമുണ്ടായില്ല. വിജയികളെ നിശ്ചയിക്കാൻ ഇന്ന് ടൈ ബ്രേക്കർ നടക്കും. സൂപ്പർ ലീഗ് വാർത്തകൾ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂരിനെതിരെ കാലിക്കറ്റ് FCക്ക് ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് തൃശൂർ മാജിക് FCയെ തോൽപ്പിച്ചത്. ജയത്തോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1ാമതെത്തി. 1ാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ 2ാം പകുതിയിൽ വീണ ഗോളിലാണ് കാലിക്കറ്റ് ജയിച്ചു കയറിയത്. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഫ്രെഡിക്കോ ബുവാസോയാണ് നിർണായക ഗോൾ നേടിയത്. 15ാം മിനിറ്റിൽ ഫ്രെഡിക്കോ ബുവാസോയുടെ ത്രൂ ബോൾ മുഹമ്മദ് റോഷൻ പോസ്റ്റിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും തൃശൂരിന് ലക്ഷ്മികാന്ത് കട്ടിമണി രക്ഷകനായി. തൊട്ടു പിന്നാലെ അജ്സൽ പോസ്റ്റിന്റെ കോർണറിലേക്ക് പൊക്കിയിട്ട പന്തും കട്ടിമണി കൈപ്പിടിയിലാക്കി. ആദ്യ പകുതിയിൽ ആധിപത്യം പുലർത്താൻ കാലിക്കറ്റിന് കഴിഞ്ഞെങ്കിലും ഗോൾ പിറന്നില്ല. 2ാം പകുതിയുടെ തുടക്കത്തിൽ അർജുനെ പിൻവലിച്ച് കാലിക്കറ്റ് ക്യാപ്റ്റൻ പ്രശാന്തിനെ കൊണ്ടുവന്നു. പിന്നാലെ ഫൈസൽ അലി, ഫ്രാൻസിസ് അഡോ എന്നിവരെ തൃശൂരും ആഷിഖ്, അരുൺ എന്നിവരെ കാലിക്കറ്റും കളത്തിലിറക്കി. 86ാം മിനിറ്റിൽ കളിയുടെ വിധിയെഴുതിയ ഗോൾ വന്നു. പകരക്കാരൻ ഷഹബാസ് അഹമ്മദ് വലതുവിങ്ങിൽ നിന്ന് നൽകിയ ക്രോസ് അർജന്റീനക്കാരൻ ഫ്രെഡിക്കോ ബുവാസോ ഹെഡ് ചെയ്ത് വലയിലെത്തിച്ചു. ആദ്യ പാദത്തിലേറ്റ തോൽവിക്ക് കോഴിക്കോടിന് മധുര പ്രതികാരവും. 7 കളികളിൽ 14 പോയിന്റുമായി കാലിക്കറ്റ് 1ാമതും 13 പോയിന്റുള്ള തൃശൂർ 2ാമതുമാണ്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.
സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് FC-യും മലപ്പുറം FC-യും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രാത്രി 7:30 കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകളും അവസാന മത്സരം പരാജയപ്പെട്ടാണ് ഇറങ്ങുന്നത്. ഇതോടെ രണ്ട് ടീമുകൾക്കും സെമി ഫൈനൽ സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമാണ്. കണ്ണൂർ വാരിയേഴ്സ് തിരുവനന്തപുരം കൊമ്പൻസിനെതിരെയും മലപ്പുറം തൃശൂർ മാജിക് FC-ക്കെതിരെയുമാണ് പരാജയപ്പെട്ടത്. സീസണിൽ ഇരുവരും നേർക്കുനേർ വന്നപ്പോൾ മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞിരുന്നു. 6 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇരു ടീമുകളും 2 വിജയവും 3 സമനിലയും 1 തോൽവിയുമായി 9 പോയിന്റ് വീതം സ്വന്തമാക്കിയിട്ടുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെതിരെ കേരളത്തിന് 315 റൺസിന്റെ ലീഡായി. ഇന്നലെ 3-ാം ദിനം കളി അവസാനിച്ചപ്പോൾ 2-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 226 റൺസ് എന്ന നിലയിലാണ് കേരളം. 89 റൺസുമായി ബാബ അപരാജിതും 85 റൺസ് അടിച്ച് സച്ചിൻ ബേബിയുമാണ് ക്രീസിലുള്ളത്. 1-ാം ഇന്നിംഗ്സിൽ 89 റണ്ണിന്റെ ലീഡ് കേരളം നേടിയിരുന്നു. 3-ാം ദിവസം 6 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എന്ന നിലയിൽ കളി തുടങ്ങിയ മധ്യപ്രദേശിന് ലീഡ് നേടാനായില്ല. ആകെ കൂട്ടിച്ചേർക്കാനായത് 37 റൺസ് മാത്രമാണ്. കേരളത്തിനായി പേസ് ബോളർ ഏതൻ ആപ്പിൾ ടോം 4-ഉം MD നിതീഷ് 3-ഉം വിക്കറ്റെടുത്തു. കൂച്ച് ബെഹാർ ട്രോഫിയിൽ പഞ്ചാബിനെതിരെ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ കേരളം പൊരുതുകയാണ്. 251 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയ കേരളം 2-ാം ഇന്നിംഗ്സിലും തുടർച്ചയായ ബാറ്റിംഗ് തകർച്ചയിലാണ്. 3-ാം ദിനത്തെ കളി അവസാനിച്ചപ്പോൾ 4 വിക്കറ്റിന് 81 റൺസ് എന്ന നിലയിലാണ് കേരളമുള്ളത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സ്വാതിക് സായിരാജ് സഖ്യം 2-ാം റൗണ്ടിൽ പ്രവേശിച്ചു. ചൈനീസ് തായ്പേയുടെ ചാങ് കോങ് ചി പേലി വെയ് സഖ്യത്തെയാണ് 1-ാം സീഡായ ഇന്ത്യൻ സംഘം കീഴടക്കിയത്. സ്കോർ 25-23, 21-16. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ തെരേസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം 1-ാം റൗണ്ടിൽ ഇന്തോനേഷ്യയുടെ ദിബുജി കുസുമ ട്രിയാസ് പുഷ്പിത സരി സഖ്യത്തോട് തോറ്റ് പുറത്തായി. സ്കോർ 21-10, 21-14. ISL ഫുട്ബോൾ പുതിയ സീസണിന്റെ കാര്യത്തിൽ തീരുമാനം നീളുകയാണ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ISL ക്ലബ് പ്രതിനിധികളും ഡൽഹിയിൽ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒഡീഷ FC ഒഴികെയുള്ള മറ്റ് 13 ക്ലബ്ബുകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 4 ക്ലബ്ബുകൾ ഓൺലൈനായി പങ്കെടുത്തു. ഒരാഴ്ചക്കിടെ 2-ാം തവണയാണ് ചർച്ച നടത്തുന്നത്. അതേസമയം വിഷയം സുപ്രീം കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. പുതിയ സ്പോൺസറെ കണ്ടെത്താനാകാത്തതോടെയാണ് ISL അനിശ്ചിതത്വത്തിലായത്. ജനുവരിയിൽ തുടങ്ങാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.